കാര്യത്തിൽ ഈ പാലക്കാട് ഡീലിനെ കുറിച്ചാണ് പറയുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് UDF-ന്റെ വോട്ടുകൾ, LDF സ്ഥാനാർത്ഥിക്ക് UDF-ന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും BJP-യിൽ നിന്ന് ഒരു വോട്ടും കിട്ടാനും സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥി, അതാണോ ഈ പറയാൻ കാരണം? അല്ല, അത് പറഞ്ഞല്ലോ. അതെ, അവരുടെ ഉദ്ദേശം UDF-ന്റെ വോട്ട് ഭിന്നിപ്പിച്ച് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി. അത് നടക്കില്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവർ ഓരോരുത്തർ. ഒരു ചർച്ചയും കോൺഗ്രസിലില്ല, ഒരു ചർച്ചയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ തമ്മിൽ കൃത്യമായ ധാരണയുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നില്ല. അല്ലല്ലോ, ഞാൻ ചോദിക്കട്ടെ, അവരുടെ പ്രകടന പത്രികയിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴുള്ള പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും എന്ന് ഉറപ്പ് പറഞ്ഞു. എന്നിട്ട് 29 ബാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് 1000 ബാറാക്കി കൊടുത്ത ആളാണ് പിണറായി വിജയൻ. ഞങ്ങളെ പഠിപ്പിക്കാൻ വരല്ലേ? അതാണ് ഞങ്ങൾക്ക് പറയല്ലേ, ഞങ്ങളെ പഠിപ്പിക്കാൻ വരല്ലേ? പ്രകടന പത്രികയിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കും എന്ന് പ്രകടന പത്രികയിൽ 2016 എഴുതി വെച്ചിട്ട് അധികാരത്തിൽ വന്നപ്പോൾ 29 ബാർ ഉണ്ടായിരുന്നത് 1000 ബാറാക്കിയ നേതാവാണ് പിണറായി വിജയൻ. മനസ്സിലായില്ല? അപ്പോൾ അദ്ദേഹം ഞങ്ങളെക്കുറിച്ച് മദ്യനയത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയണം. അതെല്ലാം അതിൻ്റെ പുറകിൽ CPM ആണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? CPM-ഉം BJP എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എനിക്ക് അതിൻ്റെ അത് വിരോധമൊന്നുമില്ല. എനിക്ക് ഇതിനു മുമ്പും ഇതുപോലെ അവർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ജയിച്ചിട്ടുണ്ട്.